എസ്റ്റിമേറ്റ് ആണെങ്കിലും യഥാർത്ഥ കണക്കാണെങ്കിലും അതൊരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം. എസ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ വളരെ കൂട്ടിക്കൊടുത്താൽ ആ എസ്റ്റിമേറ്റിന് എന്തെങ്കിലും ഒരു വിലയുണ്ടാവുമോ? ആരെങ്കിലും അത് പരിഗണിക്കുമോ? അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇതുപോലെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഇപ്പം മറ്റ് രണ്ട് ആന്ധ്രയ്ക്കും അതുപോലെ തന്നെ അവർക്ക് രണ്ടു കൂട്ടർക്കും കേന്ദ്ര ഗവൺമെന്റ് വലിയ ഒരു സഹായം നൽകി. കേരളത്തിന് ഇതുവരെ സഹായം നൽകിയിട്ടില്ല. അതിനേക്കാളൊക്കെ എത്രയോ വലിയ ദുരന്തമാണ് ഇവിടെ നടന്നത്. അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു സഹായം കിട്ടാൻ വേണ്ടി കണക്കുകൾ സമർപ്പിക്കുമ്പോൾ അത് എസ്റ്റിമേറ്റ് ആകട്ടെ യഥാർത്ഥ കണക്കാകട്ടെ അത് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം. നമുക്കറിയാമല്ലോ ഇതിന് എന്തൊക്കെ ചെലവ് വന്നിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ പണം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊരു കണക്കുണ്ടല്ലോ. ആ കണക്കിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു വ്യത്യാസം വരുന്നത്? അതാണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു വിമർശനത്തിന് വേണ്ടിയിട്ട് പറയുകയല്ല. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ അതാണല്ലോ ഭരണരംഗത്ത് നമ്മൾ കാണിക്കേണ്ട. ഇതിനൊക്കെ ഒരു മെക്കാനിസം ഉണ്ടല്ലോ, സംവിധാനം ഉണ്ടല്ലോ. അതൊന്നുമില്ലാതെ ആരോ എഴുതി കൊടുത്ത ഒരു കണക്ക് എസ്റ്റിമേറ്റ് ആണ് എന്നുള്ള പേരിൽ കേന്ദ്രത്തിന് മുമ്പാകെ സമർപ്പിച്ചാൽ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത് വളരെ നിർഭാഗ്യകരമായി പോയി. എത്രയും വേഗം തിരുത്തണം. മേലിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. വളരെ ലൂസായിട്ട് ഈ കാര്യങ്ങൾ ചുമ്മാ റൊട്ടീൻ നടപടി പോലെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതൊരു വിമർശനത്തിന് വേണ്ടിയിട്ട് വെറുതെ പറയുന്നതല്ല. ഇത് വളരെ